ഹലോ, വെൽക്കം ബാക്ക് ടു ഇന്ത്യസ് വ്ലോഗ്സ്. എല്ലാവർക്കും ഇന്ത്യസ് വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ ഈ ചാനൽ തുടങ്ങി അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുന്ന ആ സമയം മുതൽ എനിക്ക് വരുന്ന ഒരുപാട് കമന്റുകളിൽ ഒരു 10 കമന്റ് വന്നിട്ടില്ലെങ്കിൽ ഒരു 3-4 കമന്റെങ്കിലും ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ളതാണ്. എന്റെ ഈ നെയിൽസ് എങ്ങനെയാണ് ഇങ്ങനെ തന്നെ പൊട്ടാതെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നെയിൽസിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകം കെയർ ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അതിപ്പോ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും എനിക്ക് വരുന്ന മെസ്സേജസുകളിൽ ഒരു 2-3 മെസ്സേജ് ഈ ഒരു സംഭവമാണ്. നമ്മുടെ ഈ നെയിൽസിന് വേണ്ടി എന്തൊരു കെയർ ആണ് കൊടുക്കാറുള്ളത്, ഇത് പൊട്ടിപ്പോവാണ്ട് എങ്ങനെയാ നിൽക്കണം, ഇത്രയും കട്ടിയിലും ഷാർപ്പിലും എങ്ങനെയാണ് നെയിൽസ് നിൽക്കുന്നതെന്ന്. നമുക്കറിയാം, എല്ലാ ലേഡീസിനും അല്ലെങ്കിൽ എല്ലാ വുമൻസിനും എല്ലാ ഗേൾസിനും നെയിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആണ് അല്ലെ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു +2 കാലഘട്ടം മുതലാണ് നെയിൽസ് ഒക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മള് ചേച്ചിമാരുടെ കയ്യിൽ അപ്പന്മാരുടെ കയ്യിലൊക്കെ ഇത് കാണുമ്പോൾ നമുക്കും ഒരു ഇഷ്ടം, നമ്മുടെ ആ ഒരു ടീനേജ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ടീനേജ് തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്കൊരു കൂടുതൽ അത്തരത്തിലുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവില്ലേ. ഇങ്ങനെ നഖം വളർത്തണം, നെയിൽ പോളിഷസ് ഇടണം, ഒരുപാട് നെയിൽ പോളിഷസ് ഡെയിലി മാറ്റി മാറ്റി ഇടണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് +2 ടൈം മുതൽ ഞാൻ എൻ്റെ ഈ നെയിൽസ് ആരംഭിച്ചത്. അതിനുശേഷം ഒരിക്കലും ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് നോർമൽ നെയിലില്ലേ, നമുക്ക് ഇത്രയും വരുന്ന നെയിൽസ് ഇത്രയായിട്ട് ഞാൻ നടന്നിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനെ ഞാൻ കഴിഞ്ഞിട്ടേ ഇല്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നഖം പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് മാത്രം ഫുള്ള് കട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാ നെയിൽസും ഇടും. അല്ലാണ്ട് ആ ഒരു ടൈം മുതൽ ഇത്രയും കാലമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഇരുന്നിട്ടേ ഇല്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്, എപ്പോഴും കയ്യിൽ ഇത്രയും നെയിൽസുകൾ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനൊരു സ്പെഷ്യൽ കെയറോ അല്ലെങ്കിൽ ഇത് വളർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വളം ഇട്ട് കൊടുക്കുന്ന രീതിക്ക് ഞാൻ ഒന്നും ചെയ്യാറില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും മാസത്തിൽ ഒരിക്കൽ ഷേപ്പ് ചെയ്യുക, ഫുള്ള് ക്ലീൻ ചെയ്യുക, അതൊക്കെ ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മളെപ്പോഴും പാർലറിൽ പോയിട്ട് മാനിക്യൂറും പെഡിക്യൂറും ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ഇതിന്റെ സൈഡിലുള്ള ഡേർട്സ്, അതേപോലെ തന്നെ ചളി എടുക്കുന്ന സമയത്ത് ബ്രഷ് ഇട്ട് കഴുകി വൃത്തിയാക്കുന്ന സമയത്ത്, ഇത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കണേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ നഖം ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ എന്റെ നെയിൽസ് ഉണ്ട്, ഓൾറെഡി നെയിൽ പോളിഷ് ഇട്ടിട്ടാണ് ഇരിക്കണേ. അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്യുന്ന കറക്റ്റ് പ്രോസസ്സിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ കട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നെയിൽ പോളിഷ് എനിക്ക് വലിയ രീതിക്കൊന്നും ഡാമേജ്ഡ് ആയിട്ടില്ല, എന്നാലും ഞാൻ റിമൂവ് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മളൊരു ടിഷ്യൂ എടുക്കുക. ടിഷ്യൂ എടുത്തിട്ട് ആദ്യം തന്നെ നെയിൽ പോളിഷ് നന്നായിട്ട് റിമൂവ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ നെയിൽ പോളിഷ് ഇടുന്നതിനേക്കാൾ ഇഷ്ടം ഇപ്പോ നെയിൽ പോളിഷ് ഇടാത്തതാണ് കേട്ടോ. കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തിട്ട് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് എന്റെ നെയിൽസ് ഇരിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ്. ഓക്കെ, ഫുള്ള് റിമൂവ് ചെയ്തു. ഇപ്പൊ ഇത്രയും നെയിൽസ് ഉണ്ട് നമുക്ക്. അപ്പോ ഇത് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫുള്ള് റിമൂവ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ എടുക്കുക. എന്നിട്ട് ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസർ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കൈയിന്റെ ഈ ഭാഗങ്ങളില്ലേ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. എന്നുവെച്ചാൽ നഖത്തിന് കിട്ടുന്ന രീതിക്കും അതേപോലെ നമ്മുടെ ഫിംഗേഴ്സിന് കിട്ടുന്ന രീതിക്കും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. നമ്മുടെ നെയിൽസ്, ഓരോ നെയിൽസും ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ചില ആൾക്കാർക്ക് ഇത് ഒരു ആർച്ച് രീതിയിൽ ഉള്ളിരിക്കുന്നതായിരിക്കും നമ്മുടെ നെയിൽസിനോട് കൂടുതൽ ഇഷ്ടം. ഇല്ലാത്ത ആൾക്കാർ ചിലപ്പോൾ സ്ക്വയർ ചെയ്യാറുണ്ട്. സ്ക്വയർ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. സ്ക്വയർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നെയിൽസ് വേണം തോന്നുന്നു. ഞാൻ അത്രയ്ക്ക് നെയിൽസ് ഇടാറില്ല. ഇത്രയും ആക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആർച്ച് രീതിക്ക് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്യാം.
അപ്പൊ നിങ്ങൾ ഓരോ ഓരോ നൈൽസ് എടുത്തിട്ടും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഞാനും ഇവിടെ കട്ട് ചെയ്യുന്നില്ല, എനിക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും ലെങ്ത് എനിക്ക് വേണം. അപ്പോൾ സൈഡ് നെയിൽ കട്ടറിന്റെ ഈ ഭാഗം ഉപയോഗിച്ചിട്ട് സൈഡ് നല്ലോണം ഷേപ്പ് ചെയ്യുക, ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കട്ട് ചെയ്യാണ്ട് തന്നെ ഷേപ്പ് ചെയ്യണമെങ്കിൽ ഷേപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഓരോന്നും അതേപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്നും നമ്മള് ഇപ്പോ ഇങ്ങനെ ഓരോരുത്തർക്കും പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് വരുന്ന കമന്റുകൾ കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എടുക്ക. പിന്നെ എനിക്ക് വന്നൊരു കമന്റ് ആയിരുന്നു, ഈ നെയിൽസിന്റെ അറ്റത്തുള്ള ഈ വൈറ്റ് കളർ അതെന്താന്നുള്ളത്. അത് വൈറ്റ് കളർ അങ്ങനെ ഉള്ളതാണ് കേട്ടോ. നമ്മളിങ്ങനെ നെയിൽ ഗ്രോ ചെയ്ത് വരുമ്പോ അത് അങ്ങനെ ആവുമല്ലോ, അങ്ങനെയല്ലേ, അങ്ങനെ ആവുമല്ലോ. എനിക്ക് എന്റെ അങ്ങനെ ഒരു വൈറ്റ് കളർ ആയിട്ട് നെയിൽസിന്റെ അറ്റഭാഗം വരാറുണ്ട്. ഇതല്ല, കുറച്ചും കൂടി വൈറ്റ്നെസ് കാണാറുണ്ട്. കുറച്ചും കൂടി വലുതാവുന്ന സമയത്ത് ഒന്നുകൂടെ വൈറ്റ് കളറായിട്ട് വരും. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വൈറ്റ് കളറാവാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ വരുന്നതാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, തന്നെ വരുന്നതാണ്. അപ്പൊ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാ, ഇനിയാണ് നമ്മുടെ ഈ ഗ്രോ ചെയ്യാൻ ഞാൻ ചെയ്യുന്ന പരിപാടി. പണ്ടെങ്ങോ ചെറിയ കുട്ടിയാവുന്ന സമയത്ത്, നമ്മൾ ഈ നെയിൽസ് വളർന്നു വരുന്ന സമയത്ത് ആരോ പറഞ്ഞു കേട്ടതോ എനിക്ക് ആരോ ഒരു സജഷൻ തന്നതോ അങ്ങനെ എന്തോന്ന് ഉണ്ടായതാണ് സംഭവം. ഞാൻ അങ്ങനെയാണ് ഈ സംഭവം മനസ്സിലാക്കണേ. എന്താ വേണ്ടതെന്ന് വെച്ചാ, വെളിച്ചെണ്ണ അല്ലേ, വെളിച്ചെണ്ണ കുറച്ചെടുക്കുക, വളരെ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. എന്നിട്ട് അതിലൊരു ഫിംഗറിൽ മുക്കിയിട്ട് നമ്മുടെ ഈ നെയിൽസിൽ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാം. ഓരോ നെയിൽസിലും അപ്ലൈ ചെയ്യാം. ഇങ്ങനെ വെളിച്ചെണ്ണ തേക്കുന്നതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാ, ഈ വെളിച്ചെണ്ണ തേക്കുമ്പോൾ നെയിൽസ് ഒന്നും കൂടി കട്ടിയാവാനും അതേപോലെ തന്നെ നല്ല രീതിക്ക് ഈ ഒരു വൈറ്റ് കളർ ഇല്ലേ, വൈറ്റ് കളറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കേട്ടോ. വൈറ്റ് കളർ ഉണ്ടാവും എന്നല്ല പറയുന്നത്, നമ്മുടെ ഈ വൈറ്റ്നെസ്സിന് ഒട്ടും പോവാണ്ട് നല്ല രീതിക്ക് ആ വൈറ്റ്നെസ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതേപോലെ ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു വെളിച്ചെണ്ണ ഇട്ടിട്ടുള്ള നെയിൽസിലോട്ടുള്ള മസാജ്. അത് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നെയിൽസിന്റെ, ഈ ഒരു ഭാഗത്തിന് എന്തിട്ടാ പറയാ, എനിക്ക് അറിഞ്ഞുകൂടാ ആക്ച്വലി എന്താണ് പറയാന്നുള്ളത്. ഈ നെയിൽസിന്റെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് ഇങ്ങനെ മുകളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 ടൈംസ്, 1 to 10 ടൈംസ് ഇങ്ങനെ തന്നെ മസാജ് ചെയ്യാം. അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ നെയിൽസ് പൊട്ടിപ്പോവാതെ കുറെ കാലം ഇത് ഇതേപോലെ തന്നെ നിൽക്കും കേട്ടോ. ഇപ്പോ എല്ലാരും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ വാഷ് ചെയ്യാറില്ലേ, പണികൾ ചെയ്യാറില്ലേ, അപ്പൊ പൊട്ടിപ്പോവില്ലേ എന്നൊക്കെയാണ് ഓരോരുത്തരുടെ ഇത് എന്താ ഓരോരുത്തരുടെ ചോദ്യങ്ങൾ. എന്താ പൊട്ടിപ്പോവാത്ത എന്നെ അങ്ങനെ പൊട്ടാറില്ല. എപ്പോഴെങ്കിലും ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യും. നെയിൽസ് ഫുള്ളി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്ലെയിൻ മുട്ടയാക്കി നടക്കുന്ന ഒരു പരിപാടി എനിക്കില്ല കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താന്ന് വെച്ചാ, ഈ വെളിച്ചെണ്ണ ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് കൊടുക്കുക, നല്ല രീതിക്ക് മസാജ് കൊടുക്കുക. അതുകൊണ്ടെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സിനും കൊടുക്കുക. എന്റെ കൈയിന്റെ വിരലൊക്കെ അല്ല, വിരല് പക്ക അലമ്പ് വിരലാണ്, എനിക്ക് ഇഷ്ടമല്ല എന്റെ കൈയിന്റെ വിരൽ, പക്ഷെ നെയിൽസ് ഇഷ്ടമാണ്. ഇത്രേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു സംഭവം ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അത് ചെയ്യുന്നത് കൊണ്ട് ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കിയോണ്ടാണ് ഞാൻ അത് എല്ലാ പ്രാവശ്യവും, എല്ലാ മന്തും അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ നെയിൽസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്യുക. ആ സമയത്ത് ഈ ഒരു പ്രോസസ്സ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഒരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ ഇതൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഇനി നെയിൽസിനെ ഇങ്ങനെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കെയർ ചെയ്ത് നോക്കി നോക്കൂ. ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യുക. നിങ്ങൾ ആദ്യം നെയിൽസിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക, നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്യാണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കും. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല. അല്ലാണ്ട് ഡേർട്സ് ക്ലീൻ ചെയ്യാണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ച് അത് അങ്ങനെ തന്നെ മസാജ് ചെയ്ത് ഒരിക്കലും കളയരുത്. ഡേർട്ട് നന്നായി ഈ നഖത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ വേണം വെളിച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാൻ. ഈ മസാജ് കൊടുക്കുമ്പോൾ ഓരോ ഫിംഗറിനും ഇങ്ങനെ ഒരു 10 ടൈംസ് ഇങ്ങനെ തന്നെ മസാജ് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് അങ്ങനെ വിട്ടോളൂ. ഇപ്പൊ ഞാനാണെങ്കിൽ ഇതിലും കൂടെ നെയിൽസ് വളർത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ നെയിൽസ് വളർത്തിയിരുന്നില്ല, ഇതിലും കൂടെ നെയിൽസ് വളർത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഗ്രോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയാണ് നമ്മുടെ ഈ നെയിൽസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഒരുപാട് കമന്റ്സുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആവുമെന്നും കരുതുന്നു. നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇനി നെയിൽസ് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്ത് നോക്കൂ കേട്ടോ. എന്റെ നെയിൽസ് ഉണ്ടോ നോക്കിയേ, അത്യാവശ്യം നല്ല കട്ടിക്കാണ് ഇരിക്കണം. നല്ല കട്ടിക്കാണ് എന്റെ നെയിൽസ് ഇരിക്കണേ. ഇങ്ങനെ ആക്കിയാലൊന്നും പൊട്ടത്തില്ല. ചിലരുടെ നെയിൽസിന്റെ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഈ ഒരു വെളിച്ചെണ്ണ തേച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് കേട്ടോ. നെയിൽസ് പെട്ടെന്നൊന്നും അങ്ങനെ കട്ടായി പോകുന്നില്ല. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടിപ്പും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തുക. അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ.